കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയുടെ ആത്മഹത്യയ്ക്ക് കാരണം ഇൻകം ടാക്സ് ജീവനക്കാരുടെ സമ്മർദ്ദമെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം. റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരെ വിശദമായി ചോദ്യം ചെയ്യും. റോയുടെ ഫോണുകളും വിശദമായി പരിശോധിക്കും. എന്നാൽ കേന്ദ്ര സർക്കാർ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക സർക്കാർ രംഗത്തെത്തി. റോയുടെ സംസ്കാരം ബംഗളൂരു കോറമംഗലയിലെ സഹോദരന്റെ വീടിനടുത്തുള്ള ദേവാലയത്തിൽ ഇന്ന് നടക്കും. അർജുൻ കല്യാടും ദീപക് മോഹനും ചേരുന്നു വിവരങ്ങളുമായി. ആദ്യം അർജുൻ കല്യാടിലേക്കാണ്. അർജുൻ, ഞെട്ടലോടുകൂടിയാണ് ഈ വിയോഗ വാർത്ത വ്യവസായ ലോകവും നമ്മളൊക്കെയും കേൾക്കുന്നത്. അതിലുള്ള അന്വേഷണമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അർജുൻ ചേരുന്നത് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു. ഈ മരണത്തിന് ശേഷമുള്ള അലയൊലികൾ, അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുടുംബം എന്ത് പറയുന്നു എന്നൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് അർജുൻ? റോഷ്നി, തീർച്ചയായിട്ടും വളരെ ഞെട്ടലോടുകൂടിയാണ് കേരളവും അതുപോലെ തന്നെ രാജ്യവും ഒക്കെ തന്നെ CJ റോയിയുടെ ഈ ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യയുടെ വാർത്ത കേട്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ഇന്നലെ ആദായ നികുതി വകുപ്പിൻ്റെയൊക്കെ പരിശോധന നടക്കുന്നതിനിടയിൽ CJ റോയി സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തു എന്ന് കരുതുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ലാംഗ്ഫോർഡിലുള്ള ഓഫീസ് ആസ്ഥാനത്തിന് മുന്നിൽ വെച്ചാണ്. ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെ ബന്ദോബസ്തുണ്ട്. ഇവിടെ എല്ലാം തന്നെ പോലീസ് ബാരിക്കേഡ് ഉൾപ്പെടെ തീർത്തുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആശങ്കകളും ഒരുപാട് പരാതികളും ഒക്കെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രധാനമായി കുടുംബം ഉന്നയിക്കുന്ന ഒരു പരാതിയാണ്. അവർ പറയുന്നത് വലിയ സമ്മർദ്ദം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തുടർച്ചയായ രീതിയിൽ തന്നെയുള്ള പരിശോധനകളും അന്വേഷണവും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ സമ്മർദ്ദം ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ CJ ജോയിക്ക് നേരെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പരാതി ഇപ്പോൾ എന്തായാലും കുടുംബത്തിൻ്റെ ഭാഗമായി ഉയർന്നിട്ടുണ്ട്. വളരെ വ്യക്തമായ രീതിയിലുള്ള അന്വേഷണം നടക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും ഒരുപാട് ദുരൂഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം 3 മണിക്കാണ് CJ റോയ് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാനത്ത് വെച്ച് സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഉയരുന്നത്. കുടുംബം ഇപ്പോൾ പറയുന്നത് വലിയ രീതിയിലുള്ള, അതായത് എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്, ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിനകത്ത് നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു ആത്മഹത്യ ഉണ്ടാകുന്നത്. അതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ തരത്തിലേക്കുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകും എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള സഹോദരൻ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രതികരണത്തിലാണ് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ ദുരൂഹതകളും ഏറെ സംശയങ്ങളും ഒക്കെ ഇപ്പോഴും ബാക്കിയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ഈ ആസ്ഥാനത്ത് വെച്ച് എന്താണ് ഈ പറയുന്ന പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും ഒക്കെ ഇടയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി ഇനി വ്യക്തത വരേണ്ടത്. കാരണം ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. കൊച്ചി യൂണിറ്റിലെ 8 ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധന നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനിടയിൽ ചില രേഖകൾ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടയിലാണ് രേഖകൾ എടുക്കാൻ എന്ന രീതിയിൽ CJ റോയ് ഒരു മുറിയിലേക്ക് പോകുന്നു. ആ മുറിയിൽ വെച്ച് ഒരു 3 മണിക്കും 3:15 ഇടയിലുള്ള ഒരു സമയത്താണ് ഇത്തരം ഒരു ആത്മഹത്യ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ എന്നാൽ ഇന്നലെ ഈ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണവും നടത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല. ആ സമയത്ത് ഉൾപ്പെടെ വലിയ പോലീസ് സന്നാഹം ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ഉൾപ്പെടെ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിനകത്ത് വ്യക്തത വരേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. എന്തായാലും അതിനകത്ത് അന്വേഷണം നടക്കും എന്നുള്ളതാണ് ഇന്നലെ ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണവും പരിശോധനയും ഒക്കെ തന്നെ നടക്കും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും മറനീങ്ങാതെ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ നിൽക്കുകയാണ്. CJ റോയിക്ക് നേരെ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് സമ്മർദ്ദമുണ്ടായോ, അല്ലെങ്കിൽ എന്താണ് ഈ 3 മണിക്ക് ഈ ആദായ നികുതി പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇനി അറിയേണ്ടത്. ആ തരത്തിലേക്കുള്ളൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.